ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാചകത്തിന് ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ 2 അറിയിപ്പുകളാണ് മാർച്ച് 8 വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ 10 കോടി ഭവനങ്ങളിലാണ് 500 രൂപയ്ക്ക് ഇനി ഗ്യാസ് എത്തുവാൻ പോകുന്നത്. 1 വർഷം കൂടി സബ്സിഡിയും ലഭിക്കും. രാജ്യത്തെ മുഴുവൻ വീടുകളിലും ഗ്യാസ് സിലിണ്ടർ വിലയിലുണ്ടായിരിക്കുന്ന കുറവിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. വനിതാ ദിനത്തിൽ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിൻ്റെ വില വൻതോതിൽ കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിലവിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില 910 രൂപയായിരുന്നു. 100 രൂപ കുറച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിപ്പ് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത്. രാജ്യമെമ്പാടുള്ള കോടിക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുവാൻ ഈ നടപടി സഹായിക്കുമെന്നും നാരീശക്തിക്ക് പ്രയോജനകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാചകവാതകത്തെ താങ്ങാവുന്ന വിലയിൽ ലഭ്യമാക്കുക വഴി കുടുംബങ്ങളുടെ ക്ഷേമവും ആരോഗ്യകരമായ പരിസ്ഥിതിയും ഉറപ്പാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മോദി പറഞ്ഞു. വനിതാ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതവും കൂടുതൽ ആയാസരഹിതമാക്കുന്നതിനുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വില കുറയ്ക്കുന്നതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. 100 രൂപ കുറയുന്നതോടെ നിലവിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില 910 രൂപയിൽ നിന്നും 810 രൂപയായി മാറും. അതേസമയം ഉജ്ജ്വല യോജന പ്രകാരം വിതരണം ചെയ്യുന്ന പാചകവാതക സിലിണ്ടറുകൾക്കുള്ള സബ്സിഡി 1 വർഷത്തേക്ക് നീട്ടുവാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. 14.2 കിലോഗ്രാം LPG സിലിണ്ടറിനുള്ള സബ്സിഡി 300 രൂപയാണ്. 2025 മാർച്ച് വരെ ഇത് നീട്ടുവാനാണ് കേന്ദ്ര മന്ത്രിസഭ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് പാവപ്പെട്ടവർക്കായുള്ള ഉജ്ജ്വല യോജന പ്രകാരമുള്ള സിലിണ്ടറുകളുടെ സബ്സിഡി 300 രൂപയാക്കിയത്. ഉജ്ജ്വല യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് 810 രൂപയിൽ സിലിണ്ടർ വാങ്ങിയാൽ അതിനുശേഷം 300 രൂപ സബ്സിഡിയായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ഫലത്തിൽ 510 രൂപയ്ക്കായിരിക്കും ഉജ്ജ്വല യോജന പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുക. പുതിയ തീരുമാനം നടപ്പാക്കുമ്പോൾ സർക്കാരിന് 12,000 കോടി രൂപ അധികമായി ചെലവാകും. എങ്കിലും 10 കോടി കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.